ചെറിയ കോൾഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ശബ്ദം വേറെ പോലെ ആയിരിക്കും തോന്നുന്നത്. ജിത്തു മാധവൻ, ജിത്തു ജോസഫ്, അതിനുശേഷം വേറൊരു സംവിധാനം കൂടി വന്നിരിക്കുകയാണ് ജിത്തു അഷ്റഫ്. ഈ പുള്ളിക്കാരൻ ഈ പറഞ്ഞ നായാട്ട് അതിൻ്റെയൊക്കെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഷാഹിൽ കബീറാണ്, അതായത് നായാട്ട്, ജോസഫ് അതിൻ്റെയൊക്കെ റൈറ്റർ, എലവിഴ പൂഞ്ചിറയുടെ ഡയറക്ടർ എഴുതിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ആ ഒരു എഴുത്തിൻ്റെ ഒരു ക്വാളിറ്റി ഒരു അത്യാവശ്യം നല്ലൊരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒരു കത്തെഴുതി വെച്ചിട്ട് ഇതിൻ്റെ സംവിധായകൻ തൂങ്ങിച്ചാവണം കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. ആ ഒരു ഷോട്ട് ഇപ്പോൾ പല സിനിമയിലും തൂങ്ങിച്ചാവണത് കാണിക്കും, കാലിട്ടടിക്കുന്നത് കാണിക്കും, ഇല്ലെങ്കിൽ കയറിലിങ്ങനെ കഴുത്തുന്നത് കാണിക്കും, നിഴൽ കാണിക്കും. പക്ഷേ ഇതിൽ ഒരു മനുഷ്യൻ തൂങ്ങിച്ചാവാൻ പോയിട്ട് അവൻ കിടന്ന് പെടച്ച് മരിക്കണത് അങ്ങ് റോ ആയിട്ട് കാണിച്ചു. ഒപ്പം തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ചേട്ടാ എന്താടാ ഇത് ഇത്രയും ഇങ്ങനൊരു സിനിമയിൽ ഇതിനു മുമ്പേ ഇങ്ങനൊരു സാധനം ഒരു സിനിമയിൽ അങ്ങനെ പോർട്രേ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളൊരു ഫീൽ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുഞ്ചാക്കോ ബോബൻ വരുന്നു. കുഞ്ചാക്കോ ബോബൻ്റെ ഇൻട്രോ, ഇഞ്ചാതി ഒരു ഇൻട്രോയുടെ എന്തൊരു പവറാണ് പറയുക. ഒരൊറ്റ സീനിൽ ഇയാൾ എന്താണെന്നുള്ളത് രജിസ്റ്റർ ചെയ്ത് കാണിച്ചത്. ഒരു മാസ് പടത്തിൽ ഇങ്ങനെ ഒരു മാസ് ഇൻട്രോ കൊടുക്കാൻ പറ്റുമോ? അത്രയ്ക്ക് പവറാണ്, അത്രയ്ക്ക് പവർഫുൾ ക്യാരക്ടർ. അതുമാത്രമല്ല ഒരുപാട് കോൺഫ്ലിക്റ്റും ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. ഇപ്പം വരുന്ന എല്ലാ സിനിമകളിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അവന് എന്തെങ്കിലും ഒരു ഫ്ലാഷ് ബാക്ക് ട്രോമ ഉണ്ടാവും, ഈ കഥാപാത്രത്തിനുമുണ്ട്. പക്ഷേ അത് വെറുതെ തിരികെ കയറ്റി വെറുതെ ഒരു ഡിപ്രഷൻ കിടക്കട്ടെ, വെറുതെ ഒരു ആലൂസിനേഷൻ കിടക്കട്ടെ, അങ്ങനെയല്ല ഇട്ടിരിക്കുന്നത്. ഈ സിനിമയിൽ കൃത്യമായിട്ട് അതിനൊരു റീസൺ ഉണ്ട്. അതേ തുടർന്ന് ചുവട് പിടിച്ച് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. ആ ക്യാരക്ടറിനെ അയാൾ ഹോൾഡ് ചെയ്തിരിക്കുന്നത് അത്രയും ഗംഭീരമാണ്, അത്രയും ഇമോഷനിലൂടെ കടന്നു പോവുകയാണ്. മാസ് അടിക്കേണ്ടത് മാസ് അടിപ്പിച്ചും സെൻറ്റിമെൻറ്റ്സ് അടിക്കേണ്ടത്. ഞാൻ പറഞ്ഞ ഈ റൈറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു കോർ തീം ഉണ്ടെങ്കിലും അതിനപ്പുറം ഒരു ഇമോഷണൽ പരിപാടി ഇവർ ഇതിൽ കാണിച്ചു വയ്ക്കാറുണ്ട് എഴുത്തിൽ. അത് ഈ സിനിമയിലുണ്ടാവും, നന്നായിട്ട് വർക്കായിട്ടുണ്ട്. അങ്ങനെ പോകുന്നു. ഒരു ചെറിയൊരു മാലയുടെ വിഷയം തൊട്ട് തുടങ്ങി ഇനി അന്വേഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു മാലയ്ക്ക് ഇത്രയും മാത്രം വിഷയമാക്കേണ്ട കാര്യമുണ്ടോ, അതിന് ഇത്രയും മാത്രം തപ്പിപ്പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയിൽ പോകണടുത്ത് പിന്നെ പതുക്കെ ഇതിന് വേറെ മാനങ്ങൾ വരുന്നുണ്ട്. പ്രിയാമണിയാണ് പുള്ളിയുടെ വൈഫായിട്ട് വരുന്നത്, മീനാക്ഷി മകളാണ്. ജഗദീഷ് ചേട്ടന് ഇതുപോലത്തെ റോൾ മുമ്പേ അത് പടത്തിൽ പുള്ളി കണ്ടിട്ടുണ്ട്, ഭദ്രമായിരുന്നു, അതുപോലെ അങ്ങ് ചെയ്തു പോയി. അങ്ങനെ ഇവരെ കാണിച്ചുകൊണ്ട് പിന്നെ വില്ലന്മാരെയൊക്കെ ഇൻ്റർവെല്ലിൽ തന്നെ നമുക്ക് പറഞ്ഞു തരും ഇവരൊക്കെയാണ് വില്ലന്മാരെന്ന്. അവന്മാർ ഒരു രക്ഷയിലടായി, അത് ആരാണ് ഏതാണ്ടെന്ന് ഞാൻ പറയില്ല, അവന്മാർ കിടിലായിരുന്നു. അപ്പം തന്നെ എനിക്ക് ഭയങ്കര ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷൻ ഈ പടത്തിന് കൂടി. കാരണം ഇത് യൂഷ്വലി വരുന്ന ഒരു ടെംപ്ലേറ്റ് സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഒരു സീരിയൽ കില്ലിങ്ങോ എന്തെങ്കിലും പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇതിൽ വേറെ എന്തോ പരിപാടി ഉണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെല്ലാകുമ്പോൾ തന്നെ വില്ലനെ കാണിച്ചു കഴിഞ്ഞില്ലേ, വില്ലനെ അറിഞ്ഞു കഴിഞ്ഞില്ലേ, പിന്നെ എന്താണ് ഇതിലുള്ളത്, ഇവനെ പിടിച്ചാൽ പോരെ എന്നുള്ളടത്ത് സാധനം പിന്നെ അങ്ങോട്ട് യുവന്മാർ ലിഫ്റ്റ് ചെയ്യുന്നത് വേറെ ലെവലിലായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ. സെക്കൻഡ് ഹാഫ് പോകുമ്പോഴേക്കും ഇതിനൊക്കെ ഒരു മോട്ടീഫ് വേണമല്ലോ. ഒരു സീരിയൽ കില്ലിങ് ചുമ്മാ ഒരു റാൻഡം പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ നടക്കുന്ന ക്രൈംസിൻ്റെ ഒക്കെ മോട്ടീഫുകളുണ്ടോ ഇല്ലേ എന്നുള്ള സംഭവങ്ങൾ കണ്ടുപിടിച്ച് കണക്ട് ചെയ്തെടുക്കുന്ന അത്രയും പോർഷൻസ് അതിഗംഭീരമായിരുന്നു. അവിടെ ചിലയിടത്ത് എനിക്ക് കണക്ഷൻ പോയി. അവൻ ഇത് മനസ്സിലാക്കി എന്നുള്ളത് ഇവരെങ്ങനെ അറിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് വന്ന് അതിൽ കുറേ സംശയങ്ങൾ പിന്നെ പോകുമ്പോൾ അവർ സ്ക്രിപ്റ്റിൽ തന്നെ അതിൻ്റെ പഴുതുകൾ അടച്ച് തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ പോയിട്ട് ക്ലൈമാക്സ് വരുന്ന സമയത്ത് ഇവരൊരു സീറ്റഡ്ജ് പരിപാടിയാണ് ഇവർ പ്രതീക്ഷിച്ചത്, ഒരു ഹൈ പ്രതീക്ഷിച്ചു, അത് ചെയ്തു, പക്ഷേ അത് കിട്ടിയില്ല. അവിടെ ഭയങ്കര വലിഞ്ഞു പോയി അവസാനമൊക്കെ. കാരണം നമ്മൾ ഇതുപോലത്തെ വേറെ സിനിമകൾ കുറേ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ ആ സമയത്ത് കൊടുക്കേണ്ട ഒരു സീറ്റടിച്ച പരിപാടി ഇവർ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റതായിട്ട് എനിക്ക് തോന്നില്ല. മറിച്ച് ടൈലൻ്റ് വന്നപ്പോൾ നന്നായിരുന്നു, പക്ഷേ അതുവരെയുള്ള ഭാഗങ്ങളിൽ കുറച്ച് വലിച്ചിൽ എനിക്ക് തോന്നി. എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു അറ്റംപ്റ്റ് ആയിട്ടുള്ള ഒരു ത്രില്ലർ, എന്നെ അധികം ബോറടിപ്പിക്കാത്ത, എന്നാൽ അവസാനം വരെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പിന്നീട് അത് എവിടെയോ മിസ്സായ ഒരു ഫീൽ തന്ന ഒരു സിനിമയായിട്ടാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എനിക്ക് തോന്നിയത്. ഉണ്ണി ലാവൽ ഒരു ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, കാര്യമായിട്ടൊന്നും പ്രകടിപ്പിക്കാനൊന്നുമില്ല, എന്നാലും ഉണ്ട്. പിന്നെ ശ്രീകാന്ത് മുരളിയുണ്ട്, അതുപോലെ റംസാൻ നന്നായിട്ടുണ്ടായിരുന്നു, പിന്നെ വിശാഖ് നായർ അടിപൊളിയായിരുന്നു, മനോജ് KU, ഇങ്ങനെ വളരെ കുറച്ച് പേര്. പിന്നെ ബാക്കിയുള്ള കുറേ പേര് എനിക്കറിയില്ല. രഘുനാഥ് പലേരി ഉണ്ടായിരുന്നു, പുള്ളിയുള്ള ഒരു സീൻ അടിപൊളിയായിരുന്നു. അങ്ങനെ കുറച്ച് പേരൊക്കെ ഉള്ളൂ പടത്തിൽ. പിന്നെ ഈ സംവിധായകനൊരു മെയിൻ റോൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ടെക്നിക്കലി ചമൻ ചാക്കോ ഒരു എഡിറ്റിംഗ് ഞാൻ പറയണ്ടല്ലോ, വൺ ഓഫ് ദ ബെസ്റ്റ് എഡിറ്ററാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം പണി ചെയ്തിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയുടെ സ്കോർ, എസ്പെഷ്യലി വില്ലന്മാർക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു സാധനം, ഒരു പവർ വരുന്ന രീതിയിലുള്ള സ്കോർ ത്രൂ ഔട്ട് നന്നായിട്ട് തന്നെയാണ് ജെയ്ക്സ് വിജയ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ചൊരു പാട്ട് വരുന്നുണ്ട്, ആ പാട്ടും അത്യാവശ്യം കൊള്ളായിരുന്നു. DOP റോബി വർഗീസ് രാജ്, അതുപോലെ റോണക് സേവ്യറിൻ്റെ മേക്കപ്പ് ആയാലും സമീറ സനീഷിൻ്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിൽ നന്നില്ല. പക്ഷേ ഇതിൽ സ്റ്റണ്ട് വരുന്ന സമയത്ത് സിനിമാറ്റോഗ്രാഫിയുടെ കുഴപ്പമാണോ കൊറിയോഗ്രാഫിയുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല.
സ്റ്റണ്ടുകളൊക്കെ നല്ല പഞ്ചിൽ തന്നെ എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ സാധനം നമുക്ക് ഭയങ്കരമായിട്ട് വെട്ടി തിരിച്ച് പറക്കി എടുക്കി വയ്ക്കും പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ഒരു ഹൈ ഉണ്ടായില്ല. എസ്പെഷ്യലി ക്ലൈമാക്സിൻ്റെ സമയത്തൊക്കെ ഒരു സാധനം വന്നില്ല. കുറച്ചുകൂടിയൊക്കെ നല്ല രീതിയിൽ ചെയ്യാമായിരുന്നെന്ന് തോന്നി സ്റ്റണ്ട്. അപ്പോൾ ഇതാണ് ഈ പടം. കുറേ പേര് പറയാനുണ്ട് ഞാൻ പറയണത് പടം കൊള്ളാമോ കൊള്ളൂല്ലോ ഒന്നും മനസ്സിലാവില്ല, ഇങ്ങനെ കണവണ പറഞ്ഞു പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വെർഡിക്റ്റ് പറയാം. ഈ സിനിമ എനിക്കൊരു എബോവ് ആവറേജ് പടമായിട്ട് ഒരു ത്രില്ലറായിട്ട് ഫീൽ ചെയ്തു. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തരാ വരട്ടെ.